വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ചർച്ചാവിഷയമാകുമ്പോൾ ചേർത്ത് വായിക്കാവുന്നതാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതകവും. വർഷങ്ങൾക്ക് മുൻപ് സമാന രീതിയിൽ നടന്ന കൃത്യം കേരളം മറക്കാൻ സാധ്യതയില്ല. 4 ജീവനുകളാണ് അന്ന് അരുംകൊല ചെയ്ത് ചുട്ടരിക്കപ്പെട്ടത്. ഉറ്റവരെയടക്കം 5 പേരെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി അഫാൻ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ഞെട്ടലോടെയാണ് കേരളക്കര കേട്ടിരുന്നത്. സമാനമായ രീതിയിൽ എൻ്റെ പുറകിലുള്ള ഈ ഭവനത്തിലാണ് 4 പേർ കൊല്ലപ്പെടുന്നത്. ആ സംഭവം ഓർത്തെടുക്കാൻ മലയാളികൾക്ക് ഒറ്റ പേര് മതി: കേഡൽ ജിൻസൺ രാജ. 2017 ഏപ്രിൽ 9 കേരളം കേട്ടത് ഞെട്ടിക്കുന്ന അതിദാരുണമായ വാർത്ത. തിരുവനന്തപുരം നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ 4 പേരെ പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നു. മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായ രാജതങ്കം, ജനറൽ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന ജീൻ പത്മ എന്നിവരെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊന്ന് ചുട്ടുകരിച്ചത് മകൻ കേഡൽ ജിൻസൺ രാജ, ഒപ്പം സഹോദരി കരോളിനെയും ബന്ധുവായ ലളിതയെയും. ആ കാണുന്ന ജനലിലൂടെ പുക ഉയരുന്നതാണ് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന് തീപിടിച്ചെന്ന് കരുതി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. വാതിൽ തുറന്ന് അകത്ത് കയറിയവർ കണ്ടത് നടുക്കുന്ന രംഗങ്ങൾ. വീടിൻ്റെ 1-ാം നിലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ 3 ശവശരീരങ്ങൾ. അതിനരികിൽ ടാർപോളിനും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിക്കെട്ടിയ പുഴുവരിച്ച നിലയിൽ മറ്റൊരു മൃതദേഹം. സംഭവത്തിന് ശേഷം കാണാതായ കേഡലിലേക്ക് അന്വേഷണം വ്യാപിച്ചു. എന്നാൽ പണവും തിരിച്ചറിയൽ രേഖകളും വസ്ത്രങ്ങളും എടുത്ത് കേഡൽ ചെന്നൈയിലേക്ക് കടന്നിരുന്നു. തിരിച്ചെത്തിയ കേഡലിനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടികൂടി. ആ അറസ്റ്റിന് ശേഷമായിരുന്നു ആരെയും അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ഓസ്ട്രേലിയയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ച കേഡൽ കാലക്രമേണ ആസ്ട്രൽ പ്രൊജക്ഷനിൽ ആകൃഷ്ടനായി. ആത്മാക്കൾ പരലോകത്തേക്ക് പറക്കുന്നത് കാണാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ അരുംകൊല ചെയ്തെന്ന് പ്രതി മൊഴി നൽകി. കൂടാതെ വീട്ടിൽ നിന്ന് തുടർച്ചയായി നേരിട്ട അവഗണനയും നിരാശയും കൊലയ്ക്ക് കാരണമായതായും പ്രതി പറഞ്ഞു. താൻ ചെയ്ത കമ്പ്യൂട്ടർ ഗെയിം കാണിക്കാനെന്ന വ്യാജേന താഴത്തെ മുറിയിൽ നിന്നും അമ്മ ജീൻ പത്മത്തെയാണ് കേഡൽ ആദ്യം മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നത്. കമ്പ്യൂട്ടറിന് മുന്നിലെ കസേരയിലിരുത്തി പുറകിൽ നിന്ന് വെട്ടിക്കൊന്നു. മൃതശരീരം ബാത്റൂമിലേക്ക് മാറ്റി. താഴെയെത്തി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അച്ഛനും സഹോദരിക്കുമൊപ്പം ഭക്ഷണം കഴിച്ച് സമയം ചെലവഴിച്ചു. പിന്നീട് ഇവരെയും ബന്ധുവായ ലളിതയെയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്തി. വാങ്ങി സൂക്ഷിച്ചിരുന്ന പെട്രോൾ ഉപയോഗിച്ച് എല്ലാവരെയും കത്തിച്ചു. ഓൺലൈനിലൂടെ മഴ വാങ്ങുകയും പെട്രോൾ വാങ്ങി സൂക്ഷിക്കുകയും ചെയ്തിരുന്ന കേഡൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് 4 പേരെയും ചുട്ടരിച്ചത്. 7262 എന്ന ഐഡന്റിറ്റിയിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിലാണ് കേഡൽ ഇപ്പോൾ. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചെങ്കിലും കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് പ്രതിയുടെ മറുപടി. കേഡലും അഫാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇവർ ചെയ്ത കൂട്ടക്കൊലകൾ സമാനമാണ്. മനസാക്ഷിയെ നടുക്കുന്നതാണ്. ഈ വീട് പോലെ നിഗൂഢവുമാണ്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.